ഒരു കാര്യം സത്യമാണ്, എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സമയത്ത് പിടി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പുനഃപരിശോധന ഹർജി ഫയലിൽ സ്വീകരിച്ചു. കേരളം മാത്രമല്ല, ബംഗാൾ, തമിഴ്നാട്, അതുപോലെ ചില സംസ്ഥാനങ്ങളും ഹർജി പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രധാനപ്പെട്ട വാദം, ഇത് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തെ കാണരുത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പ്രത്യേകമായിട്ട് കേൾക്കാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറാകും. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയും. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ കേരളത്തിൽ കുറച്ച് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ കേട്ടറ്റിന് തുല്യമായി ഉള്ള ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 40,000-നും 50,000-നും ഇടയിൽ വരുന്ന അധ്യാപകരെ ഇത് ബാധിക്കും. കറക്റ്റ് കണക്ക് ഒന്നുകൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എഴുതി ജയിച്ചവരുടെ കുറവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെ വേഗതയിൽ തന്നെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഗവൺമെൻറ്. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ലാഘവം ഉണ്ടായെന്ന് തോന്നുന്നത് സെപ്റ്റംബറിൽ വന്ന വിധിയാണ്. സർക്കാർ വീണ്ടും ഒരു ഉത്തരവ് ഇറക്കുന്നത്. അതിനുശേഷമാണ് പുനഃപരിശോധന ഹർജി നൽകുന്നത്. ഇതിനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധമുള്ളത്. ലാഘവമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് കുറച്ചൊരു സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത്രമാത്രമേ ഉള്ളൂ. നമ്മൾ ഗവൺമെൻറ്റെങ്കിൽ ഉടനെ തന്നെ ആ ഉത്തരവ് ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉത്തരവ് മരവിപ്പിക്കുകയും നടപടിയിലെത്തി പോകില്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു വന്നിട്ടില്ല. എപ്പോഴും ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ നസ്രാണി സംഗമത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ്. ഈ ഭിന്നശേഷി നിയമനത്തിലടക്കമുള്ള നീരസം അവർ പ്രകടമാക്കുകയാണ്. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചു. ഭിന്നശേഷി നിയമനം അത് അതിന്റെ രീതിയിൽ തന്നെ നടക്കണമെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചാണ്. പക്ഷെ ഇപ്പോഴും സഭകൾക്ക് ആ നീരസം വെറുതെ പറയുന്നതാണ്, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി കിട്ടാത്തതിന്റെ കുറ്റമൊന്നും ഗവൺമെന്റ് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് അവർ തന്നെ പരിഹാരം കാണുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. അപ്പോൾ അതടക്കം പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ചില പരിശ്രമങ്ങൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും ഇവിടെ കേരളത്തിൽ നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് പ്രസംഗം നടത്തി വെല്ലുവിളി നടത്തുന്നവരെയൊന്നും സുപ്രീം കോടതിയൊക്കെ വെല്ലുവിളി നടത്താനൊന്നും പറ്റില്ല. സുപ്രീം കോടതി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സുപ്രീം കോടതി പോസ്റ്റ് ചെയ്യേണ്ട ദിവസം മാത്രമേ അത് ബാധിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെയൊക്കെ വരുന്ന താമസം മാത്രമാണ്. ഇത്രമാത്രം അനുകമ്പയോടുകൂടിയും സഹായിക്കണമെന്നുള്ള ഒരു ധാരണയോടും കൂടി നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ ആവശ്യമില്ലാതെയാണ് ഈ കാര്യങ്ങൾ പറയുന്നവരെ തന്നെ ചിന്തിക്കട്ടെ, അതിന് ഇതാവശ്യം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ. അതല്ല, പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഈ പറയുന്നവർ തന്നെ മനസ്സിലാക്കട്ടെ. ഈ പുനർജനി വിഷയത്തിലെ വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ബാക്കി വിഷയങ്ങൾ ഒഴിവാക്കാനാണ്, അല്ലെങ്കിൽ ഈ ആന്റണി രാജുവിനെതിരെയുള്ള ഈ വിഷയമൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തനിക്കെതിരെ CBI അന്വേഷണം വന്നത്, അല്ലെങ്കിൽ ആ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് വി.ഡി. സതീശൻ ആരോപിക്കുന്നത്. എനിക്കറിയില്ല ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത് സംബന്ധിച്ചിടത്തോളം. TV-യിൽ വന്ന വാർത്ത മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ LKG കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാര്യം അന്വേഷിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വെറും തമാശയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ? അതിനെ ഒരു തമാശയായിട്ട് എടുക്കാനും പറ്റില്ല. ഒരു കാര്യം സത്യമാണ്, എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സമയത്ത് പിടി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രമാത്രം പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.